ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ശ്രീ ചാണ്ടി ഉമ്മൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തൊട്ട് മുൻപ് അർജുൻ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഒരുപക്ഷെ ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ചേക്കും. പ്രതിഷേധ സാഹചര്യം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിച്ചേക്കുമെന്നാണ് വിവരവും. ഈ അപകടമുണ്ടായ സമയം മുതൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നേരിൽ കണ്ട ആളാണ് താങ്കൾ. ഒപ്പം തന്നെ ആ രക്ഷാപ്രവർത്തനത്തെയൊക്കെ ഏകോപിപ്പിച്ച ആളാണ് താങ്കൾ. ഈ അന്വേഷണത്തിൽ താങ്കൾ തൃപ്തനാണോ? അതിൽ നിന്നും തുടങ്ങാൻ മതി. ഒരു തൃപ്തിയില്ല. ഇത് പറ്റിക്കാൻ വേണ്ടി ഉള്ള ഒരു അന്വേഷണമാണ്. അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാവില്ല. അവിടെ വേണ്ടത് ജുഡീഷ്യൽ എൻക്വയറിയാണ്. തിരുവഞ്ചൂർ സാർ അത് പറഞ്ഞിട്ടുണ്ട്. UDFന്റെ നിലപാട് അതാണ്. ജുഡീഷ്യൽ എൻക്വയറി ഇല്ലാതെ ഇതിന് ഒരു ഫൈനൽ റിസൾട്ട് ഇല്ല, യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സോളാർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? ഒരു ഒന്നുമില്ലാത്തൊരു കേസിനെ ഊതിപ്പെരിപ്പിച്ചെടുത്ത് നിങ്ങൾ അത് ഉണ്ടാക്കി. സംസ്ഥാന ഖജനാവിന് ഒരു നഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ എൻക്വയറി. അവസാനം എന്തായി? ജുഡീഷ്യൽ എൻക്വയറി തെളിച്ചല്ലോ. റിസൾട്ട് എന്തായി? ഇവിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സമഗ്രമായ ഒരു ജുഡീഷ്യൽ എൻക്വയറി എന്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് ഈ അവസ്ഥ? ഒരു ബിൽഡിംഗ് ഉണ്ടായിട്ടും അത് ഉദ്ഘാടനം ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്നു. ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് അവിടെ ആ കെട്ടിടം പ്രവർത്തിച്ചു? അന്വേഷിക്കണ്ടേ? ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുന്നു. അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. എന്തിന് കള്ളം പറഞ്ഞു? അന്വേഷിക്കണ്ടേ? മന്ത്രിമാരാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്. അതിന് കളക്ടർ അന്വേഷിച്ചാൽ മതിയോ? അതിന് ജുഡീഷ്യൽ എൻക്വയറി വേണം. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കള്ളം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടു. ഇപ്പൊ ലോകോത്തര നിലവാരം എന്ന് പറയുന്നു. ലോകോത്തര നിലവാരത്തിലാണ് ഹോസ്പിറ്റലെങ്കിൽ ലോകോത്തരമായ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യണം. ഇത് ലോകത്തെവിടെയാണെങ്കിലും സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്താൽ ആ മന്ത്രിക്ക് പിന്നെ തുടരാൻ പറ്റത്തില്ല. കള്ളം പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് ലോകോത്തരമായ നിലവാരമുള്ള ഹെൽത്ത് സർവീസിന് ലോകോത്തരമായ നിയമ സർവീസും കൂടെ അപ്ലൈ ചെയ്ത് ആ മന്ത്രി രാജിവെക്കേണ്ടതാണ്. അപ്പോൾ അത് അന്വേഷിക്കുവാൻ എന്തിന് മന്ത്രിമാർ കള്ളം പറഞ്ഞു, എന്തിന് ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറഞ്ഞു ഒക്കെ അന്വേഷിക്കുവാൻ ഉള്ള അധികാരം കളക്ടറിനില്ല. കളക്ടറിന് താഴെയുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി അന്വേഷിക്കായിരിക്കും. അദ്ദേഹം തന്നെ ചെയർമാനായിരിക്കുന്ന SDC അതിനെതിരെ അന്വേഷണമുണ്ട്. അന്വേഷണം വേണം. അവിടെ ജുഡീഷ്യൽ ഓഫീസറിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിന് മേലുള്ള മന്ത്രിമാർക്കെതിരെ ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വരും. ആരാണ് ഉത്തരവാദി? അപ്പോൾ അവിടെ കളക്ടറിന്റെ അന്വേഷണം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഓട്ടയടയത്തില്ല, ആളുകൾക്ക് ദുരന്തമായിരിക്കും ഫലം. ശ്രീ ചാണ്ടിയപ്പൻ, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധങ്ങളായ പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ കേരളം അങ്ങോളം ഇങ്ങോളം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിരുന്നു. മന്ത്രി രാജിവെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല എന്നാണ് CPM ഒന്നടങ്കം. സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അടക്കം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ CPM ഒന്നാകെ ആരോഗ്യമന്ത്രിക്കായി ഇങ്ങനെ പ്രതിരോധം തീർക്കുമ്പോൾ പ്രതിപക്ഷം ഈ രാജിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണോ? പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണോ? ഇതിനകത്തൊരു കാര്യം വ്യക്തമല്ലേ. 300 രൂപ മാത്രം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു അമ്മ, ആ അമ്മയ്ക്ക് വരെ ഒരു ആശുപത്രിയിൽ മോളെ കൊണ്ടുവരേണ്ടി വരുമ്പോൾ 3 ലക്ഷത്തിൽ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണെന്ന് ഓർത്തോണം. കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ 3,40,000 രൂപ ആ കുടുംബത്തിന് ചെലവാണ്. 300 രൂപ ശമ്പളം ഉള്ള ഒരു അമ്മയുടെ വീട്ടിൽ. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. ഇതാണോ ലോകോത്തരമായി നിങ്ങൾ കാശ് മേടിക്കുന്നുണ്ടായിരിക്കും, ലോകോത്തരമായ സേവനം അവിടെ കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിച്ചു, ഉപയോഗിക്കുന്ന കത്തീഡ്രൽ തന്നെ ഉപയോഗിക്കുന്നു. ഒരാൾക്ക് ഉപയോഗിച്ച കത്തീഡ്രൽ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യണം. അണുബാധ ഉണ്ടാകാം. അവിടെയാണ് ലോകോത്തര നിലവാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊപ്പഗണ്ട നടത്തുന്നു. ലോകോത്തര നിലവാരമാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെയല്ലേ ചികിത്സ മേടിക്കേണ്ടത്? നമ്മൾ ഏതെങ്കിലും രാജ്യത്തോ സംസ്ഥാനത്തോ പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ലോകോത്തര നിലവാരം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നതാണ് ഉചിതം. ഇടതുപക്ഷം പറയുന്നത് സ്വകാര്യ മെഡിക്കൽ ലോബിയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പ്രതിപക്ഷം ഇക്കണ്ട സമരങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ്. അപ്പോൾ അതിന് മറുപടി ഉണ്ടോ?
സ്വകാര്യ മേഖലയിൽ ഒരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റല് ഇങ്ങനൊരു സംഭവം നടക്കുകയാണ്. അവിടുത്തെ മാനേജിങ് ഡയറക്ടർ പറയാം അതൊരു പഴയ കെട്ടിടമായിരുന്നു, ആ പഴയ കെട്ടിടം അവിടെ ഇടിഞ്ഞു വീണത്, അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു, അവിടെ പക്ഷെ ഒരാൾ മരിച്ചു. ആ വ്യക്തിക്കെതിരെ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട്? കേസെടുക്കില്ലേ? ക്രിമിനൽ നെഗ്ലിജൻസിന് കേസെടുക്കത്തില്ലേ? അപ്പോൾ സ്വകാര്യ മേഖലയ്ക്കുള്ള അതേ മാനദണ്ഡം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണം. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇവിടെ ആ സർക്കാർ ആ അന്വേഷണം നടത്തേണ്ടത് പേരിന് ഒരു അന്വേഷണം നടത്തിയാൽ മാത്രം മതിയോ? സ്വകാര്യ മേഖലയ്ക്ക് ഒരു നിയമവും സർക്കാർ മേഖലയ്ക്ക് ഒരു നിയമമാണോ? അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നിയമം തുല്യമാണ്. അത് നിയമത്തിന് മേളിലാണ് തങ്ങളെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ നിലപാടുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല ശ്രീ ചാണ്ടിമൻ, ഇപ്പോൾ ഈ CPM ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം, ഇപ്പോൾ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത് UDF സർക്കാരിന്റെ കാലത്തെ തന്നെ അറിഞ്ഞതാണ്. അന്ന് പരാതിപ്പെട്ടു, പക്ഷെ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല എന്നൊക്കെയാണ് ഇപ്പോൾ CPMന്റെ പ്രതിരോധം. ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും, അപ്പോൾ നേരിൽ കണ്ട ഒരാൾ കൂടിയാണ് താങ്കൾ. ഇങ്ങനത്തെ ഒരു വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ, ഒരു കുടുംബത്തിന്റെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ടവൾ നഷ്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തി അതിനെ പ്രതിരോധിക്കുന്നതാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത്? ശ്രീ ചാണ്ടിയുമ്മൻ, ഇതാണോ ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 9 വർഷമായി ഭരണത്തിലാണ്, എന്നിട്ടും കുറ്റം ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ രാജിവെച്ച് പോകുന്നേ. മന്ത്രിസഭയ്ക്ക് തന്നെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടു. ഞാൻ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞ ആളാണ്. കാരണം എന്താ? മന്ത്രിസഭയ്ക്ക് തന്നെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടു, ജനവിശ്വാസം നഷ്ടപ്പെട്ടു. ഇതൊരു ലെയിം ഡക്ക് സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് വരെ മാത്രം ടെക്നിക്കലായിരിക്കുന്നു. ആ ടെക്നിക്കാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോഴും അതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടതായിരുന്നു, ആ കുടുംബത്തെ കാണേണ്ടതായിരുന്നു. ഈ സർക്കാരിന് ജനവിശ്വാസം നഷ്ടപ്പെട്ടു, സർക്കാരിനും ജനത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് മന്ത്രിമാര് ഇന്നലെ പേടിച്ചത്. ആ വീട്ടിലോട്ട് ചെല്ലുവാൻ ഭയന്നത്. വൈകിട്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ പോയത് വേറെ കാര്യം, മന്ത്രി ഫോൺ വിളിച്ചത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി കാണാത്തത്. മുഖ്യമന്ത്രിക്ക് ജനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ സാഹചര്യം. ശ്രീ ചാണ്ടിയപ്പൻ, ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളതായിരുന്നു അങ്ങുൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും ആരോപണം. ഇന്നലെ മന്ത്രിമാർ ഉൾപ്പെടെ അക്കാര്യം തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം ശ്വാസതടസ്സം ഒന്നുമല്ല, ആ ഒരു ബീം വീണാണ് മരണമെന്നാണ് പറയുന്നത്. തലയോട്ടി പൊട്ടി, വാരിയെല്ലുകൾ പൊട്ടി, അതൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വൈകി എന്ന പ്രതിപക്ഷവാദം അത് ഇനി നിലനിൽക്കുമോ ശ്രീ ചാണ്ടിയുമ്മൻ? ഇതൊക്കെ ഒരു ന്യായമാണോ പറയുന്നത്? ഒരു സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും കഴിവുകേട് കൊണ്ടും ക്രിമിനൽ നെഗ്ലിജൻസ് കൊണ്ടും ഒരു ഉപയോഗിക്കാൻ പാടില്ലാത്ത കെട്ടിടം ഉപയോഗിച്ച് അവിടെ ആള് മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവിടെ വൈകിയില്ല എന്ന് പറഞ്ഞാൽ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? അവിടെ വന്നിട്ട് മന്ത്രിമാര് പറഞ്ഞത് എന്താ? പറ്റിക്കാൻ ശ്രമിച്ചത് എന്താ? ഇവിടെ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയാൻ ശ്രമിച്ചത് എന്തിനാ ഒരു ദിവസവും ഉപയോഗിച്ചുകൊണ്ടൊരു കുളിമുറിയെ കാണിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതാണ് ചോദ്യം. ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത ഉണ്ടാക്കി അവിടെ താമസിച്ചിരുന്നവരെ മൊത്തം മറ്റൊരു സ്ഥലത്തേക്കാക്കി അവർക്ക് ഡിസ്ചാർജ് കൊടുത്തത് എന്തിനാ? ഇന്നും ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഒരു കുടുംബം എൻ്റെ അടുത്ത് ഇന്നലെ സംസാരിച്ചു. അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്, പോകാൻ കപ്പലില്ലാത്ത സാഹചര്യം, കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒന്നും സംഭവിച്ചില്ല എന്ന് പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. രക്ഷാപ്രവർത്തനം വൈകിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ആ പ്രതീതി എന്തിനു സൃഷ്ടിച്ചു? മന്ത്രിമാര് പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചോ? ഞാൻ ചോദിക്കുന്ന ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ സൂപ്രണ്ട് ജയകുമാർ അടക്കം അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധപൂർവ്വം പറയിച്ചതാണ്. എന്നിട്ട് അദ്ദേഹത്തെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പിന്മാറുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ശ്രീ ചാണ്ടിയപ്പൻ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ചികിത്സയ്ക്കായി US പോയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഡോക്ടർ ഹാരിസ് വഴി നമ്മൾ അറിഞ്ഞു. അതിന് പിന്നാലെ പല രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ പ്രതികരണവും നമ്മൾ കേട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ഇന്നലെ ന്യൂസ് മലയാളം തന്നെ പുറത്തോട്ട് ഒരു വാർത്തയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്ക് അന്തിയുറങ്ങാൻ ഒരു സ്ഥലമില്ല. തെരുവു നായകളൊക്കെ കിടക്കുന്ന സ്ഥലത്താണ് അവിടെ കൂട്ടിരിപ്പുകാർ കിടന്നുറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകളിലും പല ജില്ലാ ആശുപത്രികളിലുമൊക്കെ ഇത്തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് എത്തുന്ന പൊതുജനങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഈ ആരോഗ്യ സുരക്ഷയിലെ കേരള മോഡൽ
ആരോഗ്യ വകുപ്പ് ഏറ്റവും മികച്ചതാണ് എന്നൊരു തോന്നൽ, ഇതൊരു അമിത ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ആരോഗ്യ വകുപ്പിനെ? അങ്ങനെ ഒരു തോന്നൽ അങ്ങേക്കുണ്ടോ? അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, മെഡിക്കൽ കോളേജിലുള്ള ഉദ്യോഗസ്ഥർക്കോ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ, എന്നെ മെൻസ് ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം കംപ്ലൈന്റ് കണ്ട. അവിടെ ഇവിടുത്തെ ഈ അപകടം നടന്ന സ്ഥലത്ത് മെൻസ് ഹോസ്റ്റൽ 68 വർഷം ചെന്നതാണ്. അതിനെ പെയിന്റ് അടിച്ച് നിലനിർത്തിയിരിക്കുക. പെയിന്റ് അടിച്ച്, അങ്ങനെ പെയിന്റ് അടിച്ച് മാത്രം നിലനിർത്തുന്ന സംവിധാനമാണോ നമ്മുടെ ഹോസ്റ്റലുകൾ? അവിടെ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്കിലും പരിക്ക് പറ്റിയാൽ അതിനാരും ഉത്തരവാദിത്തം? നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങളുടെ ക്യാമറമാനെ വിടൂ, നമുക്ക് ഒരുമിച്ച് മെഡിക്കൽ കോളേജിലോട്ട് അതിൻ്റെ മെൻസ് ഹോസ്റ്റലിലോട്ട് ചെല്ലാം. നമുക്ക് അവിടുത്തെ സാഹചര്യം നോക്കാം. 18ാം വാർഡിലേക്ക് ചെല്ലാം. ENTയിലെ വാർഡാണ്. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജ്, ഇത് കോട്ടയത്തെ മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജിലും ഒരുവിധം ഈ സാഹചര്യമാണ്. സർക്കാർ ഇന്ന് ഫണ്ട് വിനിയോഗിക്കുന്നില്ല. വിനിയോഗിക്കുന്ന ഫണ്ട് എത്തുന്നുമില്ല ഇവിടെ. അതുകൊണ്ടല്ലേ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ലാത്തത്, അതുകൊണ്ടല്ലേ നമുക്ക് ഓപ്പറേഷൻസ് നടത്തുവാൻ സാധിക്കാത്തത് പല സ്ഥലങ്ങളിലും. എന്തുകൊണ്ട് ഡോക്ടർ ഹാരിസിന് അങ്ങനെ പറയേണ്ടി വന്നു? അതെല്ലാം കാണിക്കുന്നത് വേൾഡ് ക്ലാസ് എന്ന് പറയുന്ന പ്രൊപ്പഗണ്ട മാത്രമാണ്. എനിക്ക് സർക്കാരിനോടൊന്നും പറയാനുള്ളത്, വേൾഡ് ക്ലാസ് ആണ് നിങ്ങൾ അവകാശപ്പെടുന്നു. വേൾഡ് ക്ലാസ് ആണെങ്കിൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ലോസും അപ്ലൈ ചെയ്യണം. എന്താണ്? ഒരു രോഗിക്ക് അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വിദേശത്ത് ഒരു അപകടം സംഭവിച്ചാൽ ആദ്യം തെറിക്കുന്നത് അവിടുത്തെ ഡോക്ടർമാർ അല്ലെ ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം അതിനെ ന്യായീകരിക്കുവാൻ ഏതെങ്കിലും മന്ത്രി ശ്രമിച്ചാൽ അവരും ചിലപ്പോൾ തെറിച്ചെന്നിരിക്കും. പിന്നെ ആ മരിച്ച വ്യക്തിക്ക് കോമ്പൻസേഷൻ ഞാൻ 25 ലക്ഷം എന്നാണ് പറഞ്ഞുള്ളൂ. പക്ഷെ 1 കോടിയെങ്കിലുമാണ് ശരിക്കും വിദേശത്തുള്ള, അല്ലെ 2 കോടിയാണ് അവിടുത്തെ കോമ്പൻസേഷൻ. ചിലപ്പോൾ അതിലും കൂടും. കാരണം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ആ വ്യക്തിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ ജോലി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, കൊടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞത് വേൾഡ് ക്ലാസ് ലോസ് കൂടെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ വേൾഡ് ക്ലാസ് എന്ന് പറയുന്നു, വേൾഡ് ക്ലാസ് ലോസ് കൂടെ നമ്മുടെ ഹോസ്പിറ്റലിനും നമ്മുടെ ഹെൽത്ത് സെക്ടറിനും അപ്ലൈ ചെയ്താൽ വേൾഡ് ക്ലാസ് ആണെന്ന് ഞാനും സമ്മതിക്കാം. ചാണ്ടിയപ്പൻ, ഇപ്പോൾ ഈ നടക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധം അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ഒന്ന് കെട്ടടങ്ങുമായിരിക്കും. പക്ഷേ അതിൽ അവസാനിപ്പിക്കാനാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? അതോ ഇതിപ്പോൾ നമ്മൾ ഈ അറിയുന്ന പോലെ ഒരിടത്തെ പ്രശ്നമല്ല, പല മെഡിക്കൽ കോളേജുകളിലും പല ജില്ലാ ആശുപത്രികളിലും ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്, ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. ഇനി പലയിടത്തും ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിനെ പോലെ വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യ മേഖല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ ഒരു നിലയിൽ ഈ വിഷയത്തെ മുൻനിർത്തി തുടർ പ്രക്ഷോഭങ്ങൾ നടത്താൻ പ്രതിപക്ഷം തയ്യാറാകുമോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മുൻനിർത്തി തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ കുടുംബത്തെ സർക്കാർ സംരക്ഷിച്ചില്ലെങ്കിൽ ആ സംരക്ഷണം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF ചെയ്യും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ അവിടെ മുന്നോട്ട് നീക്കും. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അസംബ്ലിയിലും പുറത്തും ശക്തമായ സമരങ്ങൾ ഇതിനെതിരെ ഈ ഒരു സാഹചര്യത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു നിലപാടുമായി കേരളത്തിലെ പ്രതിപക്ഷം ഒരു കാരണവശാലും പുറകോട്ട് പോകത്തില്ല. നിങ്ങൾക്കറിയാം, കോൺഗ്രസിന്റെ ഒരു നിലപാട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ മുൻനിർത്തി സർക്കാർ നിലപാട് തിരുത്തുന്നവരെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ സാധാരണക്കാർക്ക്, നിങ്ങൾക്കറിയാം, ഒരു അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു, 300 രൂപ മാത്രമാണ് അമ്മയുടെ ചെലവ് അല്ലെങ്കിൽ വരവ്. ആ അമ്മയ്ക്ക് വരെ 3,40,000 രൂപ ചെലവാക്കേണ്ട സാഹചര്യം. ഒരു ഇൻഷുറൻസ് പോലും മര്യാദയ്ക്ക് നടപ്പിലാക്കുവാൻ സാധിക്കാത്ത, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമൊക്കെ UDF വളരെ ശക്തമായി സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഉന്നയിക്കും. ഇതിനെതിരെ നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചാണ്ടിയപ്പൻ കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അങ്ങ് ഉൾപ്പെടെ പറഞ്ഞ കാര്യം, ഏറ്റവും കുറഞ്ഞത് അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് കുറഞ്ഞത് ഒരു 25 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ കളക്ടർ ഒരു റിപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഈ ധനസഹായം എത്രയാകും എന്ന കാര്യത്തിലൊന്നും അറിവില്ല. എങ്കിലും ഈ 25 ലക്ഷം അല്ലെങ്കിൽ ഈ അവർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള ഒരു തുകയല്ല പ്രഖ്യാപിക്കപ്പെടുന്നത് എങ്കിൽ എന്തായിരിക്കും ഇതിലൊരു പ്രതിപക്ഷ നിലപാട്? ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നൽകാൻ പൈസ, അവർക്ക് കാശ് കൊടുക്കാൻ തയ്യാറാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൈമാറ്റമൊക്കെ എന്നായിരിക്കും? ഞാൻ സൂചിപ്പിച്ചത് മിനിമം 25 ലക്ഷമാണ്.
25 ലക്ഷം എന്ന് പറഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മിനിമം 25 ലക്ഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 കോടിയെങ്കിലും കൊടുക്കേണ്ട സാഹചര്യമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ മിനിമം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കൊടുത്താലും പരിഹരിക്കാൻ സാധിക്കുമോ? എത്ര കൊടുത്താലും ആ കുടുംബത്തിന്റെ ആ പിതാവ് പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാമായിരുന്നു ഈ വ്യക്തി. ഇനി ആര് നോക്കും? ആ അമ്മയുടെ കണ്ണുനീർ കണ്ടില്ലേ? എത്ര രൂപ കൊടുത്താലും അതിന് പരിഹാരമാകത്തില്ല. ഇതൊരു നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ട് വന്ന ഒരു രോഗമായിട്ട് വന്ന വ്യക്തിയല്ല. ആ വ്യക്തിക്ക് എത്ര നഷ്ടപരിഹാരം കൊടുത്താലും മതിയാവത്തില്ല. ഞങ്ങൾ മിനിമം പറഞ്ഞത് സർക്കാർ 1 കോടി രൂപ കൊടുത്താലും ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നവുമില്ല. അത് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിപ്പം മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നീതിയുക്തമായ നിലപാടുണ്ടാകണം. വിദേശ രാജ്യത്തെ ലോസ് തന്നെ അപ്ലൈ ചെയ്യൂ. ഞാൻ സർക്കാരിനോട് വേൾഡ് ക്ലാസ് ആണ് നിങ്ങളെ ആവശ്യപ്പെടുന്നു. നിങ്ങൾ വിദേശ രാജ്യത്തെ വേൾഡ് ക്ലാസ് ലോസ് ഇവിടോട്ട് അപ്ലൈ ചെയ്യൂ. എന്നിട്ട് കോമ്പൻസേഷൻ കൊടുക്കൂ. ഈ വ്യക്തിക്ക് ഈ നെഗ്ലിജൻസ് മൂലം, ക്രിമിനൽ നെഗ്ലിജൻസ് മൂലം ജീവൻ നഷ്ട വ്യക്തിയുടെ കുടുംബത്തിന് രൂപ കൊടുക്കും, കോമ്പൻസേഷൻ കൊടുക്കൂ. വേൾഡ് ക്ലാസ് ആണെങ്കിൽ 1 കോടിയെങ്കിലും മിനിമം കൊടുക്കണം. 1 കോടി. അത് ഒപ്പം തന്നെ നമുക്ക് ആ വ്യക്തിക്ക് ഉള്ള ജോലി, ആ കുടുംബത്തിലുള്ള വ്യക്തിക്ക് ഒരു ജോലി ഉൾപ്പെടെ കൊടുക്കണം. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടുകൾ ശക്തവും വ്യക്തവുമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ മിനിമം 25 ലക്ഷമെങ്കിലും കൊടുത്തിരിക്കണം എന്നുമാണ് ഞങ്ങളുടെ കാര്യം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ. ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.